അപ്പോൾ ഇത് പിന്നീട് നമ്മൾ 2019 നമ്മൾ ഇന്ത്യൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചൈനയിൽ നിന്ന് ഡയറക്റ്റായിട്ട് പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്തു. ഞാനും നമ്മൾ രണ്ട് പാർട്ട്നേഴ്സ് സ്റ്റോക്ക് എടുത്ത് ഡയറക്റ്റായിട്ട് ചെയ്തു. അത് നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ സ്കെയിൽ ചെയ്തു. ഏകദേശം ആ സ്റ്റോർ 2 CR ഒക്കെ അടുപ്പിച്ച് നമ്മൾ സ്കെയിൽ ചെയ്തു. അടിപൊളി. മന്ത്ലി ടോട്ടലായിട്ട് മന്ത്ലി സ്കെയിൽ ചെയ്യാനുള്ള ഒരു ഫണ്ടൊന്നും അന്ന് കയ്യിലില്ല. എത്ര ഇയേഴ്സ് ആണ് 2 CR സ്കെയിൽ 2000 നമ്മൾ കൊറോണ വരെ പോയി. 2020 അതെ 2 കൊല്ലം കൊണ്ട് 2 crore വരെ എത്തി. ഒരു ഒന്നര മാക്സിമം 1.5. കാരണം ചൈന ഇന്ത്യ ഈ ഇമ്പോർട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു ടൈം നമ്മൾ ഒരു കൺസൈൻമെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 months മേളിൽ എടുക്കും അതിനെ ഒന്ന് ഫസ്റ്റ് കൺസൈൻമെന്റ് എത്തിക്കാൻ. അപ്പോൾ പിന്നീട് ആ കൺസൈൻമെന്റ് തീർന്നിട്ട് വേണം അടുത്ത ഓർഡർ എത്തിക്കാൻ. അപ്പോൾ അത് നമുക്കൊരു എങ്ങനെ പോയാലും ഒരു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അവിടുത്തെ സോഴ്സിങ് ഏജന്റുമായിട്ടൊക്കെ സംസാരിച്ച് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ടൈം എടുക്കും. ഒരു 3 months നമ്മൾ ഒരു കൺസൈൻമെന്റ് ടൈം കൊടുക്കണം. അപ്പോൾ അങ്ങനെ ലീഡ് ടൈം ഒരു 3 months നമ്മൾ കാണണം. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ട് അത് ശേഷം ഒരു കോവിഡ് വരെയൊക്കെ പോയി. കോവിഡ് ശേഷം അത് സ്റ്റോപ്പ് ചെയ്തു. കോവിഡിന് മൊത്തത്തിൽ ആർക്കും ഒരു ക്ലൂ ഇല്ലായിരുന്നല്ലോ തുടങ്ങിയപ്പോൾ എന്താ ചെയ്യേണ്ടത്. പ്രോഡക്ട്സ് ഒക്കെ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ അതിനകത്ത് കുറെ ലോസ് വന്നു. പിന്നെ അത് ആ കമ്പനി ലോസിലാണോ ക്ലോസ് ചെയ്തത് അല്ലെങ്കിൽ ലോസിൽ ക്ലോസ് ചെയ്തത്? ഓക്കെ. രണ്ടാമത്തെ പണി. പക്ഷെ സ്റ്റിൽ ക്ലയന്റ് അവിടെ ഉണ്ട്. ഏജൻസി നല്ലോണം പോകുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് ഏജൻസിയാണ് നമുക്ക് ലിവിംഗ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ അതിനുശേഷം ഞാൻ ചാനലൊക്കെ അത് ക്ലോസ് ചെയ്തിട്ട് എനിക്ക് കോവിഡൊക്കെ വന്നു. അപ്പൊ കമ്പനി ക്ലോസ് ആയി. ആ ഒരു സമയത്ത് ആണ് ഞാൻ ഒരു ചാനലൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും ഇ-കോമേഴ്സ് നമ്മൾ കുറെ ട്രൈ ഔട്ട് ചെയ്തു. അപ്പൊ അതെങ്ങനെ നമുക്ക് യൂട്യൂബിൽ വഴി കുറച്ചുകൂടെ എന്താ പറയാ കുറച്ചുകൂടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു നോളജ് ഷെയർ ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇ-കോമേഴ്സ്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ചെയ്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതുതായിട്ടൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് തന്നെ എങ്ങനെ സെയിൽ എടുക്കാം, അതും എങ്ങനെ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്ലയറുമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത് അതിനെ എങ്ങനെ ഇവൻച്വലി നിങ്ങൾക്കൊരു ബ്രാൻഡിലോട്ട് മൂവ് ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് 10 ദിവസം കൊണ്ട് ഒരു 10 lakhs വരെയൊക്കെ നമുക്ക് സ്കെയിൽ ചെയ്യുന്ന രീതിയിൽ അതിനകത്ത് ഡോക്യുമെന്റ് ചെയ്ത് കാണിച്ചു. അങ്ങനെയാണ് ആ ഒരു പ്ലേലിസ്റ്റിൽ അത്രയും ഒരു വീഡിയോസ് ഞാൻ ഇട്ടത്. ഓക്കെ. അപ്പം നമ്മള് രണ്ടാമത്തെ കമ്പനി ഏജൻസി സ്റ്റിൽ റണ്ണിങ് ആണ്. ഒരെണ്ണം UK സ്റ്റാർട്ട് ചെയ്തു. UK അത് പൂട്ടേണ്ടി വന്നു. രണ്ടാമത്തെ കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിൽ കോവിഡിന്റെ സമയത്ത് അതിൻ്റെ അകത്തും ചെറുതായിട്ടൊന്ന് പണി കിട്ടി. ഓക്കെ. മൂവിങ് ഓൺ. 2021 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു വിത്ത് യുവർ ലേണിംഗ്സ്. അത് യൂട്യൂബ് ചാനൽ സ്റ്റിൽ റണ്ണിങ് ആണ്. നമുക്ക് അത് ഞാൻ അധികം അപ്ഡേഷൻസ് അതിനകത്തില്ല. പക്ഷേ എൻ്റെ ഏജൻസിയാണ് ഞാൻ ഇപ്പോഴും ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇനി ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എനിക്ക് ഇതുവരെ ഇതുവരെയുള്ള ജേണിയിൽ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ 2024 എസ്പെഷ്യലി നമ്മൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇന്ത്യയിൽ ഇ-കോമേഴ്സ് നല്ല രീതിയിൽ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ഇ-കോമേഴ്സിൻ്റെ നോളജ് നല്ല രീതിയിൽ ഫ്ലറിഷ് ആയിട്ടുണ്ട്. ഇവിടെ കസ്റ്റമേഴ്സ് എല്ലാം നല്ല ഒരു നോളജബിൾ ആയിട്ടുള്ള ആളുകളായി മാറി. കാരണം ഏകദേശം ഒരു 15+ years ആയിട്ട് നമുക്ക് ഇവിടെ ഇ-കോമേഴ്സ് കൾച്ചർ ഉണ്ട്. ഒരു ചെറിയൊരു കുട്ടി തൊട്ട് വലിയൊരാൾ വരെ എങ്ങനെ ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ബൈ ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് നോളജ് ഉണ്ട്. പിന്നെ ഇന്റർനെറ്റ് പെനിട്രേഷൻ നല്ല രീതിയിലുണ്ട്. വേറെ ഏത് കൺട്രിയേക്കാളും ഇന്ത്യയിലുണ്ട്. ജിയോ ഉണ്ടാക്കിയ ഒരു കൾച്ചറാണ്. ഇപ്പോൾ നമ്മളിന്ന് കാണുന്ന എല്ലാ പ്രോഡക്ട്സും ഇന്റർനെറ്റ് ബേസ് ചെയ്താണ് നിൽക്കുന്നത്. എല്ലാ യൂണിക്കോൺസും എല്ലാം നമ്മൾ കാണുന്ന എല്ലാവരും ഇന്റർനെറ്റ് ആണ് അവരുടെ. ഡിജിറ്റൽ ഫസ്റ്റ് കമ്പനീസും വന്നു. അതെ. അപ്പോൾ ഇ-കോമേഴ്സിന് നല്ലൊരു ബൂം ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ബേസ്ഡ് ആയിട്ട് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഓർഡേഴ്സ് എടുക്കാൻ പറ്റും, ഒരുപാട് ഓർഡേഴ്സ് എടുക്കാൻ പറ്റും. പക്ഷേ അതൊരു ഇവൻച്വലി നമ്മളൊരു വെൽത്തിലോട്ട് എത്തില്ല. ഞാൻ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ആദ്യമൊക്കെ പോയ ഒരു ജേണി തന്നെ അവർ എന്ത് ചെയ്യും, അതായിരിക്കും അവരുടെ ഒരു റിസൾട്ട്സ് വരുന്നത്. ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ സ്റ്റോറിലോട്ട് മൂവ് ചെയ്യാൻ പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ സിനാരിയോ പറയുകയാണെങ്കിൽ, ഇന്റർനാഷണൽ നമുക്കൊരു വേറെ സിനാരിയോ ആണ്. ഇപ്പോൾ ഇന്ത്യയിലെ സിനാരിയോ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ എസ്പെഷ്യലി എല്ലാവരും ആദ്യം എത്തുന്നത് നമ്മളിപ്പോൾ ഞാനൊക്കെ ആ ചാനലിൽ കാണിച്ചതുപോലെ പ്രോബ്ലം സോൾവിങ് പ്രോഡക്ട്സ് ആയിരിക്കും മിക്കവരും ചൂസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് സെല് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഹോമിലോ കിച്ചണിലോ എന്തെങ്കിലും ഉള്ള ഒരു പ്രോബ്ലം ആ ഒരു പ്രോഡക്റ്റ് സോൾവ് ചെയ്യും. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇന്ത്യയിലുള്ള സപ്ലയേഴ്സിനെ വേണം നമ്മളത് എടുക്കാൻ. ഇന്ത്യയിൽ ഒരുപാട് ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് ഉണ്ട്. ഇന്ത്യ മാർട്ട് പോലത്തെ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്ലൈയിലുള്ള പ്രോഡക്ട്സുകൾ എല്ലാ മാർക്കറ്റ് പ്ലേസസിലും അവൈലബിൾ ആണ്. കാരണം ഇതെല്ലാം വലിയ ഇമ്പോർട്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഡിയോഡാപ്പ് എന്ന് പറഞ്ഞ ടീമൊക്കെ ഉണ്ട്, ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള. ഇപ്പോൾ അവരുമായിട്ട് എനിക്ക് പേഴ്സണൽ കോൺടാക്ട് ഒക്കെ ഉണ്ട്. കാരണം ഞാൻ അവരുമായിട്ട് ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഈ ഒരു മാസം അവർക്ക് ഒരു 2-3 കണ്ടെയ്നർ ഇന്ത്യയിലെത്തും. അതിനകത്തൊരു 100-150 പ്രോഡക്ട്സ് കാണും. അപ്പോൾ അത് മാക്സിമം അവർ ഒരു കണ്ടെയ്നർ വന്നിട്ട് അവർ മാക്സിമം ഒരു 10% മാർജിനിൽ മാക്സിമം സെൽ ഓഫ് ചെയ്യുക. അതാണ് അവരുടെ എയിം. എത്ര പെട്ടെന്ന് നിങ്ങൾ അത് സെൽ ഓഫ് ചെയ്യുന്ന അടുത്ത കണ്ടെയ്നർ അതാണ്, അങ്ങനെയാണ് ഒരു പ്ലാൻ. അല്ല, ഒരു കണ്ടെയ്നർ ഓൺ മന്ത്ലി ബേസിസിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവരുടെ ബിസിനസ് പ്ലാൻ. അങ്ങനെയാണ്. അപ്പൊ ഈ ടീമാണ് നമുക്ക് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്ട്സും തരുന്നത്. അപ്പോൾ ഇവർ തന്നെ ഈ കൊണ്ടുവരുന്ന എല്ലാ പ്രോഡക്ട്സും ഇവർ എല്ലാ ചാനൽസിലും, ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ഈ പ്ലാറ്റ്ഫോംസിലെല്ലാം അവർ ഫ്ലറിഷ് ചെയ്യും. അവർക്ക് 10% മാത്രം മതി. അവർ ഡയറക്ട്ലി ഫ്ലറിഷ് ചെയ്യുക, അല്ലെങ്കിൽ ത്രൂ ഏജൻസ് ആണോ? അങ്ങനെ ത്രൂ ഏജൻസ്, ഹോൾസെയിലേഴ്സ് ഒക്കെ ആണ്. പല നെറ്റ്വർക്ക്സും ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ ഇതെടുത്ത് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്നാമത്തെ കാര്യം, ഈ ആഡ് കോസ്റ്റ് നല്ല രീതിയിൽ കൂടും. കാരണം ഈ പ്രോഡക്റ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ആഡ് വരുമ്പം തന്നെ യൂസേഴ്സ് ചിലപ്പോൾ ആമസോൺ ആപ്സ് ഒക്കെ എല്ലാവരുടെ ഫോണിലും ഉണ്ട്. അവരവിടെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിൽ അത് അവർ വാങ്ങാൻ ചാൻസ് ഇല്ല. അവരവിടെ പോയി വാങ്ങും. നമ്മൾ ആഡ് കണ്ട് അവിടെ പോയി വാങ്ങാം. ഇപ്പൊ 2000 പക്ഷേ അവര് അവിടെ പോയി വാങ്ങിക്കും. കാരണം അത് ട്രസ്റ്റബിൾ ആണ്, പെട്ടെന്ന് സാധനം കിട്ടും. പിന്നെ റിവ്യൂ നോക്കാൻ പറ്റും. പിന്നെ പ്രൈസ് നല്ല വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഈ നമ്മളൊരു 200 രൂപയ്ക്ക് ഒരു സപ്ലയറിൻ്റെ എടുക്കുന്ന പ്രോഡക്റ്റ് തന്നെ ആമസോണിൽ അതേ സപ്ലയറിന് ചിലപ്പോൾ 300 രൂപ 350 രൂപയ്ക്ക് ഇട്ട് മതി, പുള്ളിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. നമുക്ക് 200 രൂപയ്ക്ക് എടുക്കുന്ന സാധനം നമ്മളിവിടെ ആഡ് കോസ്റ്റ് ഉണ്ട്, നമ്മളുടെ ഈ ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ട്, നമുക്ക് RTO എന്ന് പറയുന്ന സിനാരിയോ ഇവിടെ ഇന്ത്യയിൽ അതിന്റെ ബേസ് ആയിട്ട് ഒരു മാർജിൻ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതൊരിക്കലും നമുക്ക് ഒരു 200 എടുക്കുന്ന പ്രോഡക്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 800 കൊടുത്താലേ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ കസ്റ്റമേഴ്സ് നോക്കുമ്പോൾ അത് വളരെ ചീപ്പായിട്ട് വേറെ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി അവർക്ക് അവർ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് കസ്റ്റമേഴ്സ്. They know that ആമസോണിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രൊഡക്ട്സ് അതൊരു 2-3 വർഷം മുമ്പാണ് പിന്നെ നടക്കുവായിരുന്നു. എല്ലാത്തിനൊരു സമയമുണ്ട്. അതെ, ഇപ്പോൾ അത് സാച്ചുറേറ്റ് ആയിരുന്നു ഞാൻ പറയാം. ആ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സെയിൽസ് ഒക്കെ വരും. ഇപ്പം സെയിൽസ് വന്നാലും ഞാൻ ഈ പറഞ്ഞ സെയിം സിനാരിയോ, അവർ സെയിൽ വന്നതിന് ശേഷം ഈ പ്രോഡക്റ്റ് എടുത്ത് അവർ ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ വില കുറവിൽ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അവർ ക്യാഷ് ഓൺ ഡെലിവറി അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു സിനാരിയോ വരാം. അങ്ങനെ അതുകൊണ്ട് ആ ഒരു മോഡൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് 2024 നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ്, നല്ല ക്വാളിറ്റി ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്കത് നല്ലൊരു യുണീക്നെസ്സും കൊണ്ടുവരിക. കാരണം ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആഡ് കാണുമ്പോൾ ഇവർക്ക് വേറെ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു പ്രോഡക്റ്റ് കിട്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ട്രസ്റ്റബിലിറ്റി ഉണ്ട്. പിന്നെ കസ്റ്റമർ സെൻട്രിക് ആയിട്ട് വർക്ക് ചെയ്യുക. കസ്റ്റമേഴ്സിന് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അതെല്ലാം സോൾവ് ചെയ്ത് ആ മോഡലിൽ പോയി കഴിഞ്ഞാലേ നമുക്കിന്ന് ഇ കോമേഴ്സ് നമുക്ക് ഒരു വെൽത്ത് ക്രിയേഷൻ അതിനകത്ത് പോസിബിൾ ഉള്ളൂ. അത് PNL പിന്നെ ഗ്രീൻ ആവണമെങ്കിൽ യു ഹാവ് ടു ബിൽഡ് എ ബ്രാൻഡ് നെയിം. അതെ, ബ്രാൻഡ് നെയിം. അപ്പോൾ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം വേണമെന്നില്ല. അത് നമുക്ക് ഇ കോമേഴ്സിൽ നിന്ന് ഒരു ബിഗിനിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊരു കംപ്ലീറ്റ്ലി ബിഗിനറാണ് എങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലിൽ തന്നെ ഒരു 20,000-25,000 റുപ്പീസ് നമുക്ക് ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഈ ഫിസിക്കൽ പ്രോഡക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഓൺ ഡിമാൻഡ് വെച്ചിട്ട്. പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ആകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് യുണീക്നെസ് കൊണ്ടുവരാം. നിങ്ങൾ കൊണ്ടുവരുന്ന ഡിസൈൻസ് ചിലപ്പോൾ നമ്മളതിൽ മാത്രമേ കാണൂ. അപ്പോൾ ഒരു പ്രിൻ്റ് ഓൺ ഡിമാൻഡ് വെച്ചിട്ട് ഇന്ന് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് സപ്ലൈസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കൊരു 20,000-25,000 ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 100 ഓർഡേഴ്സ് വരെയൊക്കെ മൂവ് ചെയ്യാം. അപ്പോൾ 100 ഓർഡേഴ്സ് വരെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റ് റിസർച്ച് ചെയ്യണമെന്ന് മനസ്സിലാവും, ഒരു സ്റ്റോർ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് ബിൽഡ് ചെയ്യാമെന്ന് മനസ്സിലാവും, പിന്നെ ആഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാവും. പിന്നെ ഈ ഡെലിവറി ചെയ്യുന്ന ഇവിടെ ഇന്ത്യയിലുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം നമ്മൾ കുറച്ച് മാസങ്ങൾ കഴിയും. ഈ RTO എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, NDR എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ കുറെ കാശ് ഉണ്ടാക്കി വിചാരിച്ചിട്ടുണ്ട്. തിരിച്ച് സാധനം കൊണ്ട് നമുക്ക് മനസ്സിലാവും, ആ പീസ് കൂട്ടും. അത് പിന്നെ മാത്രമല്ല ഈ ഇവിടെ ഉള്ള ഡെലിവറി കമ്പനിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നമ്മളിപ്പോൾ എന്താ നെഗോസിയേഷൻ നല്ല രീതിയിൽ ചെയ്യണം. അപ്പോൾ അവരെ ഇങ്ങനെ പേടിപ്പിച്ചു നിങ്ങൾ ഈ റേറ്റ് തന്നില്ലേ നമ്മൾ അപ്പുറത്ത് പോകും എന്നുള്ള രീതിയിൽ അവരെ ആ രീതിയിലൊക്കെ സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്താൽ അവർ നല്ല റേറ്റ്സ് നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ അതിൽ ഒരു 20-30 റുപ്പീസ് ഒരു ഓർഡറിൽ നമുക്ക് മാറിയാൽ തന്നെ നല്ലൊരു മാർജിൻ നമ്മൾ ഹൈ ഓഡിയൻസിൽ പോകുമ്പോൾ മാറും. PNL ഭയങ്കരമായി ചേഞ്ച് ഉണ്ടാക്കും. അപ്പോൾ ഡെലിവറി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നമുക്ക് ഫുൾഫിൽ ചെയ്യുക, എങ്ങനെ ഒരു അഗ്രിഗേറ്റർ പോർട്ടലിൽ നിന്ന് നമുക്ക് ആ പ്രോഡക്റ്റ് ഫുൾഫിൽ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ കസ്റ്റമർ സപ്പോർട്ട് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, കസ്റ്റമേഴ്സുമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഇതെല്ലാം ഒരു 100 ഓർഡേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അല്ല ടോട്ടൽ തുടങ്ങിയിട്ട് ഒരു 20,000-25,000 ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു 100 ഓർഡേഴ്സ് വരെ എത്തി. ആ ഒരു പുള്ളിക്കാരൻ തുടങ്ങി
പുള്ളി തന്നെ സ്വയം ഈ 100 ഓർഡേഴ്സ് വരെ എത്തി. ആ. പുള്ളിക്ക് ഇ കോമേഴ്സ് മനസ്സിലായി. പുള്ളി ഒരു എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാവും. ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് തന്നെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നെ അങ്ങോട്ട് ഇനി സ്കെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ 100 ഓർഡേഴ്സ് തന്നെ ചിലപ്പോൾ അത് പോസിറ്റീവ് ആയെന്ന് വരില്ല. ചിലപ്പോൾ 100 ഓർഡേഴ്സിൽ ഒരു 70 ഓർഡേഴ്സ് ചിലപ്പോൾ ഡെലിവർ ആവും, 30 ഓർഡേഴ്സ് തിരിച്ച് വരും, RT വരും. പക്ഷേ അത് ഈ 100 ഓർഡേഴ്സ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഞാൻ എപ്പോഴും പറയാറ്, പിന്നെ നിങ്ങൾ MBA എടുത്തിട്ട് എന്താ, അല്ല ഞാൻ ഇ കൊമേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ എന്തിനാ MBA എടുക്കണേ? അല്ല MBA പഠിച്ചാലല്ലേ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ആദ്യം ഒരു 100 ഓർഡർ ചെയ്യും, അപ്പൊ നിങ്ങൾ വേണ്ടതൊക്കെ പഠിക്കും. അത് ഈ കൊണ്ട് പഠിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലാണ്ട് ബുക്കിൽ വായിച്ചിട്ട് ഒരു കാര്യം. നമ്മൾ സ്വന്തം പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എടുത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് വിജിലന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ. അതെ, കറക്റ്റ്. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റ് ഈ 100 ഓർഡേഴ്സ് വരെ എത്തി അവർക്ക് കിട്ടും. അതെ, പിന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് അതിന്റെ മുകളിലേക്ക് പഠിക്കണം. യു വാണ്ട് ടു ബി ആൻ എക്സ്പെർട്ട് ഇൻ ദാറ്റ്. അപ്പോഴത്തെ ഏത് ഏരിയയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റ് മനസ്സിലാവും. ആൻഡ് ദെൻ ഗോ ദെയർ ലേൺ. ഒരു പ്രശ്നവുമില്ല. കാരണം അത് അപ്പോൾ ആ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 ഓർഡേഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. നിങ്ങൾക്ക് ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ അത് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒബ്വിയസ്ലി ഇത് ബിസിനസ്സാണ്. ആദ്യം ഇതിനെ ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്ത് ഞാൻ പറയുന്ന ഒരു 5 lakh ക്യാപിറ്റലെങ്കിൽ വെച്ചിട്ട് ഒരു ഇ കോമേഴ്സ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. നമ്മളിപ്പോൾ പഠിക്കാൻ അതിനെ ഇപ്പോൾ ഷാൻ പറഞ്ഞ കൊടുക്കുന്നുണ്ട്. ഫീസ് മാത്രം ഉണ്ടാവും. അപ്പോൾ അത് ഒരു 5 lakh ബഡ്ജറ്റൊക്കെ വെച്ചെങ്കിലും ഒരു നല്ലൊരു ബ്രാൻഡ് നമ്മൾ ഇപ്പോൾ അത് ഏത് പ്രോഡക്റ്റ് ആണെന്നൊന്നും ആ പ്രോഡക്റ്റ് നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക. ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് എങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട്, ഇപ്പോൾ അവൈലബിൾ കോമ്പറ്റീറ്റർ ഏതൊക്കെയാണ്, അവർ ചെയ്യുന്ന പ്രോഡക്ട്സ്, ആ പ്രോഡക്ട്സിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, അതിലുള്ള നെഗറ്റീവ്സ് എന്താണ് എന്നുള്ള രീതിയിൽ ഒരു 1-2 മാസം എടുത്ത് റിസർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു നല്ലൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാം. ബേസിക്കലി ഒരു SWOT അനാലിസിസ് തന്നെ ചെയ്യാം. അതെ, ആ രീതിയിൽ ലോഞ്ച് ചെയ്ത് ഒരു ഇ കോമേഴ്സ് ബ്രാൻഡ് ഒരു 1 year കൊണ്ട് അത് തുടങ്ങണമെങ്കിൽ ഒരു 5 lakh ക്യാപിറ്റൽ വിത്ത് ഒരു 1 year ടൈം അതിന് ഗ്രോ ചെയ്യാനുള്ള ടൈം കൊടുക്കുക. 1 year you should not expect any returns from it. റിട്ടേൺസ് വേണമെങ്കിൽ ഒരു 5 lakh ബഡ്ജറ്റിൽ തുടങ്ങുകയാണെങ്കിൽ ഒരു 5,000 rupees ഒക്കെ സാലറി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം മാസം. അതെ, ഇത്രേ ഉള്ളൂ. അതെ. എന്നിട്ട് അതിനെ ഗ്രോ ചെയ്യാം. മീൻസ് അതിനെ ഒരു ഡേ 1 തൊട്ട് തന്നെ അതിനെ എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാം, അതിനെ നമുക്ക് എങ്ങനെ, ഇന്ന് പല മെത്തേഡ്സുകളുണ്ട്. ഇന്ന് ഫേസ്ബുക്ക് ആഡ്സ് ഒരു ചാനൽ മാത്രമാണ്. നമുക്ക് ട്രാഫിക് ബിൽഡ് ചെയ്യാം, നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ട്രൈ ഔട്ട് ചെയ്യാം, നമുക്ക് ഗൂഗിൾ ആഡ്സ് ചെയ്യാം, പിന്നെ പല അസോസിയേഷൻസ് ചെയ്യാം, നമുക്ക് കസ്റ്റമേഴ്സിനെ തന്നെ നമുക്ക് റെഫറൽസ് ആക്കാം. അപ്പം അങ്ങനെ പല മെത്തേഡ്സ് ഇന്ന് അതിനകത്തുള്ള എല്ലാ ഷോപ്പിഫൈയിലെ എല്ലാ ആപ്പുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അതിൻ്റെ നോളജ് ഇന്ന് അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്.